ഈ നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അവസരമുള്ളൊരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റൊക്കെ പോലുള്ള കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഏറ്റവും വലിയ തൊഴിലവസരങ്ങളുണ്ട്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് 100% എനിക്ക് തൊഴിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നൊരു മേഖല തന്നെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറായിട്ട് ബന്ധപ്പെട്ട മേഖല. അവിടെ IIT അല്ലെങ്കിൽ NIT എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് സ്ഥാപനങ്ങളാണ്. അവിടെ പഠിക്കാനുള്ള MCA പഠിക്കാനുള്ള മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. NIMSET എന്നുള്ളതാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ പേരെന്ന് പറയുന്നത്. ഏതൊക്കെ NIT-കളിലും IIT-കളിലുമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ നോക്കാം. NIT അഗർത്തലയിലും അലഹബാദ്, ഭോപ്പാൽ, ജംഷഡ്പൂർ, കുരുക്ഷേത്ര, പാട്ന, റായ്പൂർ, സൂറത്കൽ, തിരുച്ചിറപ്പള്ളി, വാറാങ്കൽ എന്നീ 10 NIT-കളിൽ ഈ NIMSET വഴി നിങ്ങൾ അഡ്മിഷന് പരിഗണിക്കുന്നതാണ്. അതേപോലെ IIT-യിലേക്ക് വരികയാണെങ്കിൽ ഭോപ്പാൽ IIT-യിലാണ് MCA പ്രവേശനം നിങ്ങൾക്ക് അപേക്ഷിക്കുക. അപ്പോൾ IIT NIT ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ സ്ഥാപനങ്ങളാണ്. അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. 3 വർഷമാണ് MCAയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി വാറങ്കലിലും ജംഷഡ്പൂരിലെ സെൻട്രലുകളിൽ നിങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ PG അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്ന രീതിയിൽ എക്സിറ്റ് ചെയ്യാം. MCA കിട്ടില്ല, PG അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്ന രീതിയിൽ എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പാട്നയിലെ NIT-യിൽ ഡാറ്റ സയൻസും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT സ്പെഷ്യലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് MCA പഠിക്കാൻ സാധിക്കും. അവിടെ റെഗുലർ രീതിയിലും ഉണ്ട്, പിന്നെ സെൽഫ് ഫിനാൻസിൻ്റെ കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് വരുന്നത് മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു വിഷയമായിട്ട് പഠിച്ച ആളുകൾക്കും അതേപോലെ തന്നെ BTech പഠിച്ച ആളുകൾക്കും ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഏപ്രിൽ 20 ജൂൺ 8 എക്സാമിനേഷൻ നടക്കുന്നത്. എക്സാമിനേഷൻ നിങ്ങൾക്ക് ആകെ 120 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ആ 120 ക്വസ്റ്റ്യൻസിൽ 50 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് അനലിറ്റിക്കൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നിവയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് 20 ഇംഗ്ലീഷിൽ നിന്ന് 10 ഇങ്ങനെ ആകെ 120 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. മാത്തമാറ്റിക്സിൽ ഓരോ ശരി ഉത്തരത്തിൽ നിങ്ങൾക്ക് 12 മാർക്ക് വീതമുണ്ട്. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 3 മാർക്ക് നെഗറ്റീവ് ആവും. ഇംഗ്ലീഷിൽ 4 മാർക്കും തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്കും. മറ്റ് 2 വിഷയങ്ങൾക്ക് 6, 1, 5 ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു മാർക്കിംഗ് രീതി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾ എങ്ങനെ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.